കോയമ്പത്തൂരുള്ള സുഹൃത്ത് കുമാർ കഴിഞ്ഞ ദിവസം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഡേ ഓഫ് ഫാസ്റ്റിംഗ് ആയിരുന്നു, പ്രെയർ ആയിരുന്നു, സ്പെഷ്യൽ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് പള്ളിയിൽ വരുന്നവർ, കാറുള്ളവർ കുറച്ച് പേരും കൂടി കൂട്ടിക്കൊണ്ടുവരണം. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യുവർ കാർ വിൽ ബി ബ്ലെസ്ഡ്. അപ്പോൾ ശനിയാഴ്ച ദിവസം കുറച്ച് ടയർഡായതുകൊണ്ട് പോകണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു കുമാർ. അപ്പോൾ ആ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും വരണം, പിന്നെ തൊട്ടടുത്തുള്ള രണ്ടുപേരും കൂടി കൊണ്ടുവരണം, അവർക്ക് വണ്ടിയൊന്നുമില്ല. അങ്ങനെ കുമാർ അതിന് പോയി, രണ്ടുപേരെ കൂടി കൊണ്ടുപോയി. പ്രേയറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വേറെ രണ്ടുപേരും കൂടി കൊണ്ടുവരണം. അപ്പോൾ 4 പേരെയും അവരുടെ വീടുകളിൽ എത്തിച്ചപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി. പിറ്റേ ഓഫീസിൽ പോയപ്പോൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പോകാനിറങ്ങിയപ്പോഴാണ് ഒരാൾ വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊരു വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് ഒരു പയ്യൻ ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ചിരിക്കുകയാണ്. അവന് ലൈസൻസ് ഇല്ല, അവന് ഹെൽമെറ്റ് ഇല്ല. അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ ചേട്ടൻ്റെ ബൈക്കും കൊണ്ട് അവൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കുമാരിങ്ങനെ ചിന്തിച്ചു, കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞുള്ളൂ യുവർ കാർ വിൽ ബി ബ്ലെസ്ഡ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണോ ബ്ലെസ്സിങ് കിട്ടുന്നത്? കാരണം ഇനി അതിൻ്റെ പരിക്കുകളൊക്കെ മാറ്റണം, അതിൻ്റെ ഇൻഷുറൻസ് അപേക്ഷിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാളിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു, തമ്പി, ഈ കാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ചെന്ന് ആ പോസ്റ്റിൽ കയറിയാനെ, ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടെ. പാസ്റ്റർ യു വിൽ ബി ബ്ലെസ്ഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ കാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അവൻ ആ പോസ്റ്റുമേ ചെന്ന് ഇടിച്ച് കൂടുതൽ അപകടം ഉണ്ടായേനെ. അപ്പോൾ ഈ കാറാണ് അവനെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണ് കാർ ബ്ലെസ്സിങ് ആയിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സ്റ്റോറീസിനെ നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും, പല പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പറ്റും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറഞ്ഞ ഉപമയെക്കുറിച്ച് മനസ്സിലാകത്തോണ്ട് ശിഷ്യന്മാർ കൂടുതൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കാണ്, പുറത്തുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെ മാത്രം. ചോദ്യം ഇതാണ്, നമ്മൾ അകത്താണോ പുറത്താണോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സ്റ്റോറീസിലും ദൈവിക രഹസ്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അകത്താണ്. കാണാൻ പറ്റുന്നില്ലേ? ഓരോ കഥകളും അപകടങ്ങളായിട്ടാണ് കാണുന്നത്, ദുരന്തമായിട്ടാണ് കാണുന്നത്, സങ്കടമായിട്ടാണ് കാണുന്നത്. നമ്മൾക്ക് ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്.